hope you all are doing good and great. Welcome back to my YouTube channel. ഇന്ന് ക്ലാസ്സിൽ പോണ 2 ദിവസത്തെ വ്ളോഗാണ്. ഒരു ദിവസത്തെ വ്ളോഗ്, പിറ്റേ ദിവസം ഫെയർവെല്ലിൻ്റെ ഡാൻസ് പ്രാക്ടീസും പ്രിപ്പറേഷൻസും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഏത് ഡ്രസ്സ് ഇടണം എന്ന് ആലോചിച്ചിരിക്കുന്നു. ഞാനിവിടെ ബാംഗ്ലൂർ എത്തിയിട്ട് പിന്നെ ഇന്നാണ് കേട്ടോ ക്ലാസ്സിന് പോണത്. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ഞാനൊരു ജേഴ്സീൻ്റെ ടീഷർട്ട് ഉണ്ടായിരുന്നു, അതിടാമെന്ന് വിചാരിച്ചു. പിന്നെ അതൊക്കെ എടുത്ത് വെച്ചു, അതിക്ക് മാച്ചായിട്ടുള്ള ജീനും ഷോളും ഒക്കെ എടുത്ത് വെച്ചപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ചേതപ്പെടാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രഷ് ആവാൻ പോയി പല്ലു തേപ്പും കാര്യങ്ങളും അതിനൊക്കെ വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറി. പണ്ടൊക്കെ കുറേ സാധനം ഉണ്ടായിരുന്നു എൻ്റെ ഈ ഒരു ഭാഗത്ത്, തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇപ്പം ഞാൻ ആകെ ഒരു ഷാമ്പൂ, കണ്ടീഷണർ, ബോഡി വാഷ്, ഫേസ് വാഷ് അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ബ്രഷും ടൂത്ത് പേസ്റ്റും, അത്രയും കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. കാരണം ഇനി ഞാൻ അവിടെ വന്ന് കുറേ വാങ്ങി കൂട്ടിയിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്തായാലും പോകും. എക്സാംസ് എന്നൊക്കെ പറഞ്ഞാൽ അതേ എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ പോകും. അങ്ങനെ നമ്മളെ ഡ്രസ്സൊക്കെ ഇവിടെ സെറ്റാക്കി മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ട് നോക്കി. ഞാൻ ഫസ്റ്റ് അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട് താഴോട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തിടാൻ വിചാരിച്ചു. എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ഞാനത് ഊരിയിട്ടു. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടായിരുന്നത് പൂരിയും പിന്നെ ഈ പട്ടാണി എന്തൊരു കറി, ഒരു ടൈപ്പ് കടലക്കറി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മാറ്റിയിട്ട് ഈ ഡ്രസ്സാണ് ഇട്ടത്, ഒരു ബ്ലാക്ക് ടീഷർട്ടും ബ്ലാക്ക് പാൻറ്റും. അങ്ങനെ ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നത് സെക്കൻഡ് അവറിൽ കയറാമെന്നാണ്, ഫസ്റ്റ് അവറിൽ കയറാണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ സെക്കൻഡ് അവർ ലൈബ്രറിയാണ്, പോയിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ പിന്നെ ബ്രേക്ക് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരു 10:30 ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. അങ്ങനെ ഞാൻ എൻ്റെ സോക്സിൻ്റെ ക്യൂട്ട്നെസ്സൊക്കെ ആസ്വദിച്ചിരുന്നു. ക്യൂട്ട്നെസ് കാരണം കുറേ കാലം വാങ്ങിയിട്ടും ഇടാണ്ട് നിൽക്കുന്നു ഞാൻ. പിന്നെ വിചാരിച്ചു ഇപ്പോഴത്തെ പിടുത്ത വെച്ചിട്ട് ഞാൻ എടുത്തിട്ടു. അങ്ങനെ പിന്നെ നമുക്ക് പോകാനുള്ള ടൈമായി. നല്ല മൊട്ട വെയിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ക്യാപ്പായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ടാൻ അടിച്ചിട്ട് ചാവും. അത്യാവശ്യം നല്ല ചൂടുണ്ട്, പക്ഷെ നാട്ടിൽ അത്ര ചൂടില്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ളൊരു ഇത്. അങ്ങനെ ഞാൻ നടന്ന് പോവാണ്. അങ്ങനെ നടന്ന് അത്യാവശ്യം കുറച്ച് തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് എല്ലാവരും കയറുന്ന ടൈമല്ലേ. അങ്ങനെ ഞാൻ ക്ലാസ്സിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് നമുക്കിപ്പോൾ ഒരു ഹാർഡ്ലി ഇനി ഒരു 1 വീക്കും കൂടെ ക്ലാസ് ഉള്ളൂ. അപ്പോൾ ആരും ഇല്ല ക്ലാസ്സിൽ, നമ്മൾ ടോട്ടൽ 8 പേരുള്ളൂ. അപ്പോൾ ടീച്ചേഴ്സ് ഞങ്ങളോട് നേരെ ലൈബ്രറിയിൽ പോകാം. ഒരു ടീച്ചറോട് ലൈബ്രറിയിൽ പോയിക്കോ, എൻവയോൺമെൻറ്റൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു സബ്ജക്റ്റ്. അപ്പോൾ കുറച്ച് റെഫറൻസ് എടുത്തിട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഇതാണ് ദിയ ഷെട്ടി, പിങ്ക് ടീഷർട്ട് കേട്ടോ. അപ്പോൾ ഓളെ വെയിറ്റ് ചെയ്തപ്പോൾ പറഞ്ഞാൽ ഇല്ല, വെള്ളം കുടിച്ചിട്ട് വരാം, ചായ കുടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു പറ്റില്ല, ഇപ്പം തന്നെ ഞങ്ങളെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ ഓളെ കൊണ്ടുപോയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈബ്രറിയിൽ പോയി. ഞാനൊക്കെ 3 ഇയേഴ്സായിട്ട് ഹാർഡ്ലി 2 ടൈംസ് ഒക്കെ ലൈബ്രറി പോയിട്ടുണ്ടാവുള്ളൂ. അവിടെ പോയിട്ട് ഇരുന്നത് ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാവുള്ളൂ ലൈബ്രറീൻ്റെ അകത്ത്. കാരണം നമുക്ക് കിട്ടുന്ന ആവശ്യമില്ല, എത്താ അവിടെ പോയിരുന്നിട്ട് പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ പോയിരുന്ന് അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അവിടെ ഒരു AC ഓൺ ആക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അത് ദിയൻ്റെ മുഖമൊക്കെ മാറി. കണ്ടില്ല, ഓള് ഈ ചൂടത്ത് ഓളെ വീഡിയോ എടുത്ത് നടക്കുകയാണ്, ഓള് മനുഷ്യൻ ഇവിടെ ചൂടെടുത്ത് ചാവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ ശിവാനിയും ഋത്തിക്കൊക്കെ പോയിട്ട് ആ ടൈം കൊണ്ട് കുറച്ച് ടെക്സ്റ്റ് ബുക്സ് കളക്ട് ചെയ്തിട്ട് വന്നു ലൈബ്രറിയിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ നോട്ട്സ് ഉണ്ടാക്കണം. പക്ഷേ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ 3rd യൂണിറ്റിൽ വരുന്ന ബാക്കി എല്ലാ യൂണിറ്റ്സിലും വരുന്ന ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് നേരം എഴുതി അങ്ങനെ അത് കഴിഞ്ഞു. അരമണിക്കൂർ ബുക്ക് തപ്പി 1/4 മണിക്കൂർ വർത്തമാനം പറഞ്ഞിരുന്ന് 1/4 മണിക്കൂർ എന്തൊക്കെയോ 2 വരി എഴുതി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോൾ സ്വർഗ്ഗം കണ്ട പോലെ. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരുന്നു, വെയിലിങ്ങനെ അകത്തേക്ക് വന്നിട്ട്. പുറത്തിറങ്ങിയാൽ ഫുള്ള് മരങ്ങളാകുമ്പോൾ ചൂടുണ്ടാവില്ല. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോയിട്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് ക്ലാസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം അടുത്ത അവരും ക്ലാസ് ഇല്ല, ആരും ഇല്ല. പിന്നെ എക്സാംസ് ഒക്കെ അല്ലേ, അങ്ങനെ ക്ലാസ് ഒന്നും ഇല്ല നമുക്ക് ഫൈനൽ സെമസ്റ്റർ ആയപ്പം. അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞു. പിന്നെ പ്രാക്ടിക്കൽ അവറൊക്കെ ക്യാൻസലാക്കി. അപ്പം ഞാൻ പിന്നെ വരുന്ന വഴിക്ക് ഈ ഫ്രൈഡ് റൈസ് മേടിച്ചു. എനിക്ക് ഇഷ്ടമാണ് ഈ ഫ്രൈഡ് റൈസ്, 50 റുപ്പീസ്, നല്ല വേർത്താണ്. എനിക്ക് ഇഷ്ടം, ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും ഞാൻ. വേറെ പോലെയല്ല, ഇങ്ങനെ ഇതിൻ്റെ ആ ഉള്ളിയും കൂട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കുറേ മുട്ടായൊക്കെ തിന്നാൻ തോന്നി, ചോക്ലേറ്റ്സ് മിഠായൊക്കെ തിന്നാൻ തോന്നിയപ്പം അത് ഞാൻ ബ്ലിങ്കിറ്റിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ട് കവറായിരുന്നു, അതിൽ കളർ ചെയ്യാനും മറ്റേ വഴി കാണിച്ചു കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ആ ഒരു കവറിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടുത്തെ ഞാൻ അത്യാവശ്യം കുറച്ച് മിഠായികൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെൻറ്റർ ഫ്രൂട്ടിൻ്റെ ഈ ഒരു എന്താ പറയുക ബബിൾക്കം, ഈ ഫ്ലേവർ എനിക്ക് അത്ര ഇഷ്ടമായില്ല, പക്ഷേ അതേ ഉള്ളായിരുന്നു ഇങ്ങനെ പാക്കറ്റായിട്ട്. അപ്പോൾ അത് പിന്നെ ഈ എക്ലെയറിൻ്റെ ഒരു പാക്കറ്റ് മിഠായി 5 സ്റ്റാർ 5 6 പാക്കറ്റ്, പിന്നെ ഫ്രൂട്ടല്ല, പിന്നെ നമ്മുടെ മൂൺഫിൽസ്. ഇതൊക്കെ എന്താ പറയുക, എനിക്കിങ്ങനെ തിന്നാൻ തോന്നുമ്പോൾ സാധനം കിട്ടണം, എപ്പോഴും തോന്നില്ല, പക്ഷെ തോന്നുമ്പോൾ കിട്ടണം. ഓർഡർ ചെയ്ത് വരുമ്പോഴത്തേക്ക് പിന്നെ ഒരു നേരം ആവില്ല. ഇപ്പം എനിക്കിങ്ങനെ കോളേജിലൊക്കെ പോകുമ്പോൾ ബാഗിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ തോന്നുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങി വെക്കണത്. അങ്ങനെ കുറച്ച് മുട്ടായി നിന്നപ്പോഴത്തേന് എനിക്ക് ദാഹിക്കാൻ തുടങ്ങി. ബോട്ടിലെ വെള്ളം തീർന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ബോട്ടിലെ വെള്ളം നിറക്കും വേണം, വീഡിയോ എടുക്കുകയും വേണം. അങ്ങനെ ബോട്ടിലാകെ വീണ് താഴെ പോയി വെള്ളമൊക്കെ ചിന്തിട്ടാ. പക്ഷെ ഞാൻ തളരില്ല, ഞാൻ പിന്നെ എന്തായാലും ഇപ്പം ചിന്തി,
ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ എടുത്തിട്ട് തന്നെ എന്നൊക്കെ പറഞ്ഞ് ഈ ട്രൈപോഡും കൊണ്ട് താഴെ വരാൻ എനിക്ക് മടിയാണ്. അപ്പം രണ്ടാളുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. ഒറ്റക്കാണെങ്കിൽ ഞാൻ നല്ലപോലെ വീഡിയോ എടുക്കുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എന്തൊക്കെയോ വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബാത്തിങ് ടവലാണ്. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ടർക്കിയും ടവലും മുണ്ടും ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇനി. അപ്പോൾ ഞാൻ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ലൈക്ക് 1 day എക്സ്പ്രസ് ഡെലിവറി ഉണ്ടാവുമല്ലോ, അതിൽ 1 day ഡെലിവറി ഉണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ കിട്ടണേ. ഞാൻ വെറും 120 or 130 റുപ്പീസിനാണ് ഈ ഒരു സാധനം മേടിച്ചത് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക, കാരണം നല്ല ക്യൂട്ടാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ജസ്റ്റ് 130 റുപ്പീസിനാണ്. നല്ല നല്ല സോഫ്റ്റാണ്. നമ്മുടെ വെള്ളമൊക്കെ ഇല്ലേ, മുടിയൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് പോലെയാണ്. സോ സാധനം അടിപൊളിയാണ്, നല്ല വേർത്താണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ അഫോർഡബിളായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ പിന്നെ നമ്മളെ കൂലിയൊക്കെ കഴിഞ്ഞ് ഇനിയുള്ളത് പിറ്റേ ദിവസത്തെ ഒരു വ്ളോഗാണ്. ഈ ദിവസമാണ് നമ്മളെ ഫെയർവെല്ലിൻ്റെ തലേ ദിവസം കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായി ക്ലാസ് പോകാനായിട്ട്. അപ്പോൾ തന്നെ മുഖത്ത് എന്തോ ഒരു പൊടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗെറ്റ് സ്റ്റഡി വിത്തിൻ്റെയൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ പിന്നെ എനിക്കൊരു മൂഡ് കിട്ടിയില്ല. പിന്നെ എനിക്കൊരു പ്രാന്താക്കാൻ റെഡി ആകുമ്പോൾ ഒന്നാമത് ക്ലാസ് പോകാൻ നല്ല മടിയാണ്. കുറേ കാലം വീട്ടിലില്ലേനു, ക്ലാസ് ഒന്നും ഇല്ലേനില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പോയിട്ട് അവിടെ ഒന്നുമില്ല, ക്ലാസ് എടുക്കില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. അങ്ങനെ പിന്നെ ഞാൻ രാവിലെ തിന്ന് മൂൺഫിൽസിൻ്റെ എൻ്റെ ചുണ്ടുമല മുഖത്തൊക്കെ ഒട്ടി പിടിക്കേണ്ടിയിരുന്നു പൊടി. അപ്പം ഇതും ഞാൻ ഫസ്റ്റ് അവർ കയറിയിട്ടില്ല, സെക്കൻഡ് അവർക്കാണ് ഞാൻ പോണത് കേട്ടോ. അപ്പോൾ സെക്കൻഡ് അവർക്ക് പോയപ്പോഴും അവിടെ അങ്ങനെ ഒന്നും ഇല്ലേനി. അങ്ങനെ ഞാൻ പോയപ്പം എന്തോ ഒരു ഓൺലൈൻ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും, അപ്പോൾ അത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 2-3-4 പേരിങ്ങനെ, ഇതാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ. അപ്പോൾ സ്റ്റുഡിയോൻ്റെ അകത്ത് ഇങ്ങനെ എന്തൊക്കെയോ ഡാൻസ് കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരു സ്വന്തമായിട്ടുണ്ടാക്കിയ കൊറിയോഗ്രാഫിയാണ്. ഫെയർവെല്ലിന് അവർക്ക് ഇത് കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ മൂന്നും കൂടെ കാണിച്ച് കൂട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാണിച്ചു തരികയാണത്, ഞങ്ങളൊരു പുതിയ സംഭവം പഠിച്ച് എന്നുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ ഈ ഫോണിൽ ഇങ്ങനെ മീറ്റിംഗ് ഓണാക്കി വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. സംഭവം നല്ല കോമഡി ആയിരുന്നു. നമ്മളിങ്ങനെ എന്താ ഇപ്പോൾ അവസ്ഥ, ഡാൻസ് പഠിക്കണം. ഇപ്പം ഞാൻ എൻ്റെ സങ്കടം പറയാം, എൻ്റെ ബ്ലൗസ് ഇതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ ക്ലാസ്സുള്ളവർക്കും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുള്ളവർക്കൊക്കെ ഇപ്പം എൻ്റെ ബ്ലൗസിൻ്റെ കഥ അറിയാം. ഞാൻ പോയി കിട്ടിയിട്ടില്ല ടെൻഷൻ അടിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാവും. അങ്ങനെ പിന്നെ നമ്മൾ ഓരോന്നിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും, പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ ആകെ 4-5 ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്ലാസ് പോയി. ഋതിക ടൊമാറ്റോ റൈസ് കൊണ്ടുവരും, അത് നമ്മളെല്ലാവരും കൂടെ തിന്നും, അതാണ് സംഭവം. അപ്പോൾ ശിവാനി എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ നിന്ന് ആ ചോറ് ചിന്തിയത് ഞങ്ങൾക്ക് വീഡിയോയിൽ കിട്ടിയെന്നൊക്കെ. അപ്പോൾ ഞാൻ പറയാം, ഒക്കെ ഞാൻ എടുത്തിക്കണം, ഒന്നും ഞാൻ വിട്ടിട്ടില്ല എന്നൊക്കെ. സംഭവം നല്ല രസമുള്ള ടൊമാറ്റോ റൈസാണ്. ഋതിക എന്നും ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരും. ഋതികാണ് ഞങ്ങൾ ക്ലാസ്സിലെ CR ഫോർ എ റീസൺ എന്നൊക്കെ പറയണ മാതിരി. അപ്പോൾ ശിവാനി ഞങ്ങൾ 2 പേർക്കും ഇങ്ങനെ വായിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നു എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ രണ്ടാളും കപ്പിൾ ഗോൾസ് അടിച്ചിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഇവരെന്തോ പ്രാക്ടീസ് ചെയ്യേണ്ടിയിരുന്നു, ഗോത്രിയും സുഷുമ്നയും കൂടെ. ഇതിൻ്റെ അടുക്ക് ഞങ്ങളെ പ്രാക്ടീസും കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ എന്താ പറയുക, പ്രാക്ടീസും കഴിഞ്ഞു ഡാൻസിൻ്റെ. 2 പാട്ടായിരുന്നുണ്ട്, ആകെ 2 മിനിറ്റിൻ്റെ ഡാൻസേ ഉള്ളൂ ഹാർഡ്ലി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഞാൻ പാഴ്സലായിട്ട് എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു, രാവിലെ മൂൺഫിൽസ് മാത്രം കഴിച്ചതല്ലേ. അങ്ങനെ ഞാൻ പോരുന്ന വഴിക്ക് ഒരു ചിക്കൻ റോൾ മേടിച്ചു. അങ്ങനെ ഞാൻ ഗോത്രീനെ കൊണ്ടിട്ട് എൻ്റെ ബ്ലൗസിന് കൊറിയർ ഓഫീസ് പോകാൻ വിചാരിച്ചു. കാരണം ആ കൊറിയർ ഓഫീസ് ട്രാക്ക് ഓൺ ആയിരുന്നു. അവരുടെ സർവീസ് നോക്കിയപ്പോൾ ഒക്കെ ഭയങ്കര മോശം. 1 to 2 days മാക്സിമം കിട്ടേണ്ടതാണ്. എൻ്റെത് ആക്ച്വലി മൺഡേ അയച്ചിട്ടെങ്കിൽ തേഴ്സ്ഡേയും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോയിക്കപ്പോൾ ഒരു പറഞ്ഞു ഔട്ട് ഫോർ ഡെലിവറി ആയിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഒരു 7 മണി ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ഒരു കൊണ്ടുവന്നത്. ഞാൻ വിളിച്ച് വെറുപ്പിച്ച് ഭയ്യാ പ്ലീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കുറേ വിളിച്ചിട്ട് അയാൾ കൊണ്ടുവന്നു സാധനം. പിന്നെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുക്കാനായിരുന്നു പണി. അമ്മ അതൊരു പാക്കിംഗ് ആയിരുന്നു ഉമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ നേരെ പോയത് സൗബുവിൻ്റെ ബ്ലൗസ് മേടിക്കാനായിരുന്നു. ഇത് ആക്ച്വലി ഒരു കല്യാണം ഫീലിംഗ് ആണ്. ഫുള്ള് തിരക്കും, ഒരാൾ ഡ്രസ്സ് റെഡി ആവില്ല, അപ്പോൾ മറ്റാളത് റെഡി ആവില്ല, അപ്പം മറ്റാൾ അടിക്കാൻ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ. എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങൾ. ആ ബ്ലൗസ് ശരിയായില്ല, സാരി ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാൻ ഞാൻ ഫസ്റ്റ് ഒന്ന് കുറച്ച് ക്ലീൻ ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം അൺബോക്സ് ചെയ്തിട്ടൊക്കെ ഒരു മെസ്സ് ഉണ്ട്. അപ്പോൾ അത് ക്ലീൻ ആക്കി വെക്കാം. എന്നാൽ രാവിലെ പിന്നെ എനിക്ക് അതിമ നിൽക്കണ്ടല്ലോ, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തപ്പുമ്പോൾ കിട്ടുമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ ബ്ലൗസ്. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല. നാളെ ഞാൻ എന്തായാലും ഫെയർവെല്ലിൻ്റെ വ്ളോഗ് ഇടും, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും.